കൊടുങ്ങല്ലൂർ മുസരിസ് ഒയാസിസ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും അനുബന്ധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. കൊടുങ്ങല്ലൂരിലെ മുസരിസ് വിസിറ്റേഴ്സ് അറൈവൽ സെന്റർ പരിസരത്ത് നടപ്പാക്കുന്ന മുസരിസ് ഒയാസിസ് പാർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യയിൽ ഇത് കേരളം മാത്രമാണ് ഉള്ളത് എന്നുള്ളത് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നായി കേരളത്തെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റഫ് ഗൈഡ് ട്രാവൽ കമ്പനിയുടെ 2026 ലോകത്ത് കണ്ടിരിക്കേണ്ട 26 ഡെസ്റ്റിനേഷനുകളിൽ കേരളമാണ് ഉൾപ്പെട്ടത്. Booking.com വെബ്സൈറ്റ് 2026 കണ്ടിരിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ കേരളം ഇടം നേടി. ലോൺലി പ്ലാനറ്റ് 2026 ലോകത്ത് നിർബന്ധമായും അനുഭവിച്ചറിയേണ്ട 25 വിഭവങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ തനി രുചിഭേദങ്ങൾ ഇടം നേടി. ട്രാവൽ ലിഷർ മാഗസിൻ മികച്ച വെൽനസ് ടൂറിസം കേന്ദ്രമായി കേരളത്തെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ നിരവധിയായ അംഗീകാരങ്ങൾ ഇന്റർനാഷണൽ അതുപോലെ തന്നെ ദേശീയ തലത്തിലും നമുക്ക് ലഭിച്ചു. ടൂറിസം മേഖലയിൽ നാം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല, ലോക രാജ്യങ്ങളുമായിട്ടാണ്. ടൂറിസം ഭൂപടത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി കേരളം മാറി. ഈ മാറ്റം ടൂറിസം മേഖലയിൽ നമ്മുടെ എല്ലാവരും ചേർന്ന് നടത്തിയ ചർച്ചയുടെയും ഇടപെടലിന്റെയും ഭാഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഡിസൈൻ പോളിസി വി പാർക്കുകൾ സജ്ജമാക്കി. ഡെസ്റ്റിനേഷൻ വെഡിങ്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച്, സിനി ടൂറിസം, ലിറ്റററി, ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്, ഹെലി ടൂറിസം, ക്രൂയിസ് ടൂറിസം, കാരവൻ ടൂറിസം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി. ബീച്ച് ടൂറിസം ശക്തിപ്പെടുത്തി. അഡ്വഞ്ചർ ടൂറിസത്തിന് നൂതന പദ്ധതികൾ കൊണ്ടുവന്നു. പൈതൃക ടൂറിസം പദ്ധതികൾ വിപുലീകരിച്ചു. സ്ത്രീ സൗഹൃദ ടൂറിസം ലോക ശ്രദ്ധ നേടി. ഉത്തരവാദിത്ത ടൂറിസം വ്യാപിപ്പിച്ചു. പുതിയ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പുതിയ കുറെ ഡെസ്റ്റിനേഷനുകൾ സജ്ജമാക്കി. കേരളം ഈ നിലയിൽ ടൂറിസത്തിൽ മുന്നേറി. ആ മുന്നേറ്റത്തിന്റെ പ്രധാന ചാലക ശക്തി നാട്ടിലെ ജനങ്ങളാണ്. നിങ്ങൾ ടൂറിസത്തെ നിങ്ങളുടേതാക്കി ഏറ്റെടുത്തു. അതിന്റെ വിജയമാണ്. എല്ലാവർക്കും അഭിവാദ്യം. MLA VR സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പോരായ്മകളൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഷാരോൺ MD ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ഡയറക്ട് ബോർഡ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെ പൈതൃകങ്ങളും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങളും ചരിത്രവും ടൂറിസവും എല്ലാ സാധ്യതകളും ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് നമ്മുടേത്. ആ ചരിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളാണ്. നമ്മുടെ മണ്ണിൻ്റെ പൈതൃകവും നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ളൊരു മുന്നേറ്റവും ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കുവാൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ലോകത്തെ അറിയിക്കുവാനും നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത്തരം അതിനെല്ലാം തന്നെ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അതിനൊരു പരിഹാരം എന്ന നിലയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിൽ 24 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പൈതൃകങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ കിടക്കുകയുണ്ടായിരുന്നു. കേരള ടൂറിസം വകുപ്പിന്റെയും മുസരിസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ കൊടുങ്ങല്ലൂരിൽ കുടുംബങ്ങൾക്കും സന്ദർശകർക്കും ഒരുപോലെ വിനോദവും വിശ്രമവും നൽകുന്ന ഒരു കുടുംബ വിനോദ കേന്ദ്രം രൂപപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസഫ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, മുസരിസ് ഹെറിറ്റേജ് പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പദ്ധതി റേസ് പ്രൊജക്ട്സ് ആണ് നടപ്പിലാക്കുന്നത്.